നമ്മളങ്ങനെ സെക്കൻഡ് ലൊക്കേഷനിലെത്തി. ചൗഹാം പാലസ്. യെസ്. അപ്പം ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ സംഭവം പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ടല്ലോ വർക്ക്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഈ നടക്കുന്ന സ്ഥലമൊന്നും വലിയ രസമില്ലെങ്കിലും പേരൻസിൻ്റെ ഇത് നല്ല രസമുണ്ട്. നമ്മളെ താജ്മഹലിൻ്റെ ഫോട്ടോകളിലേ കണ്ടിട്ടുള്ളൂ. അതേപോലെ ഇങ്ങനെ ഒരു എൻട്രി പോലെ ആക്കിയിട്ടാണ് ഉള്ളത്. പക്ഷേ മെയിനായിട്ട് പണി നടക്കുന്ന അവിടെ. ഇതിൻ്റെ സൈഡിൽ നിന്നെല്ലാം പുല്ലെല്ലാം വെട്ടുന്നുണ്ട്. ഇതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ഹായ്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ നിന്ന് എത്തി നോക്കിക്കഴിഞ്ഞാൽ രസമില്ലേ കാണാൻ. അതായത് അതിൽ ഇപ്പുറത്തെ സൈഡിലെ വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ നമ്മളെ ചെമ്പകം പോലത്തെ ഒരു ചെടിയുണ്ട് രണ്ട് സൈഡിലും. അതിലെ പൂക്കളാണ് മെയിൻ ഹൈലൈറ്റ്. കണ്ട അവിടെയുണ്ട് ഇവിടെയുണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഈ വ്യൂ. ഇതറാവോനാന്ന് വിളിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. ഫുള്ളിങ്ങനെ ഗ്ലാസ്. ആ പോക്കോ. നമ്മൾ ഇപ്പോഴത്തെ ഹാരി പോട്ടർ കണ്ടുകൊണ്ടാണ് ഈ സ്ഥലം കാണുമ്പോൾ ഫുള്ള് ഹാരി പോട്ടറിലുള്ള സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അതിൽ അവർ മറ്റേ ഫുഡ് കഴിക്കാനിരിക്കുന്ന ഒരു സ്ഥലമില്ലേ ഒരാളിങ്ങനെ. പക്ഷേ ഈ ഫാൻസ് ഈ ഫ്ലോറും ഈ ആർക്കിടെക്ചറെല്ലാം കാണുമ്പോൾ അവരെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ആ ഒരു സ്ഥലമെല്ലാം പോലെ മ്യൂസിയം പോലെ കുറേ ഫോട്ടോസ് എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ ഫോട്ടോസാണ്. ഈ പാലസിൻ്റെ പണ്ടുള്ള ഫോട്ടോസാണ് തോന്നുന്നത്. പണ്ട് ഇങ്ങനെയെല്ലാം നടന്ന സ്ഥലമാണ് ഭടന്മാർ. ഓ ഇവിടെ ആരാ ഇത്? ആരൊക്കെയാ ഇത്? ഇവരൊക്കെയാണ് ഇവിടെ ഉണ്ടായത്. പണ്ടത്തെ ആറ്റിറ്റ്യൂഡ് പിക്കെല്ലാം ഇങ്ങനെയാണ് വന്നത്. നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. നമുക്കൊന്നും അവരെല്ലാം ഫേസ് നോക്കി. ഞാൻ മോനെ താഴെ എടുക്കുന്നുണ്ട്. ഡ്രസ്സെല്ലാം കണ്ടോ നല്ലതില്ലേ? ഓ ഇതിങ്ങനെ ആൾക്കറിയാൻ നമ്മൾ നേരത്തെ കണ്ട സ്ഥലമല്ലേ? ആ ഇവരുടെ ഡ്രസ്സെല്ലാം കാണാൻ നല്ല രസമുണ്ട്. ഓ ഇത് കളർ ഫോട്ടോ അല്ലേ? പച്ചയും ഓറഞ്ചെല്ലാം കാണുന്നുണ്ടല്ലോ. പ്രേതം പോലെ. ഒരു വീഡിയോ വെച്ചിട്ടുണ്ട്. പണ്ടും ഇങ്ങനെയുള്ള വീഡിയോ ഉണ്ട്. ഇപ്പം അതിൻ്റെ കാണിച്ചെടുത്ത് ഫോട്ടോഗ്രാഫി സ്ക്രീനിൽ ഒരു വീഡിയോ. അപ്പോൾ പണ്ടത്തെ കാലത്ത് വീഡിയോ പണ്ടും നമ്മളിപ്പോൾ മാമ പറഞ്ഞ് രാജാവിന് എനിക്ക് ഐഫോൺ ഉണ്ടൊരു പണ്ട്. ഇങ്ങോട്ടേക്കൊരു വഴിയുണ്ട്. ഇങ്ങോട്ടേക്കല്ല ഇവിടെ ഒരു കുഞ്ഞ് ഇങ്ങനെ ആൾക്കാരെല്ലാം വന്ന് അപ്പൊ വന്നു അവിടെ നിൽക്കണം. അവിടെ പോയി നിൽക്കും. ഹാൾ ഓഫ് ഹെറിറ്റേജ് ആർട്സ്. ഹെറിറ്റേജ് പണ്ട് നമ്മൾ സിനിമയിലെല്ലാം കാണൂലേ? ബാഹുബലിയിലോ രാജാക്കന്മാരെ വരക്കുന്നത് ചിലപ്പോൾ അതുപോലെ ആണെങ്കിലും പരിപാടി ജനറേഷൻ. ഓ രാജാവിനെ പോലെ പണ്ടത്തെ ഒരു രാജവൈബ്. രാജ്ഞിനെ വിളിക്കേ. രാജ്ഞിനെ വിളിക്കേ. രാജ്ഞി എവിടെ? ഹലോ രാജ്ഞി എവിടെ ഇരിക്കോ? പണ്ട് ആരെങ്കിലും കൊല്ലാൻ വേണ്ടിട്ട് ക്ലൈമാക്സ് ഉണ്ടാവില്ല. ഒരു സാധനം താഴേക്കൊന്ന് അതുപോലെ ഒരു ഫാൻസ് അല്ല കാർട്ടൂണിൽ ഉണ്ടാവില്ല. ഇങ്ങനെ സ്ക്രൂ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടേക്ക് പിന്നെ അതേപോലത്തെ ഒരു ഫാൻസി ലൈറ്റ് ഉണ്ട് ഇവിടെ. വലുത് അത് വീണ് കഴിഞ്ഞാൽ ഒരാള് വണ്ടിക്ക് ചാവും. അതാ നമ്മള് പറഞ്ഞത് അവിടെ താഴേക്ക് വീഴുന്നേ.
ഹെറിറ്റേജ് ക്രോക്കറി. നമ്മൾ ശരിക്കും വീട്ടിൽ വെക്കുന്ന ഇപ്പോൾ ഉള്ള ഡിസൈനെല്ലാം തന്നെയാണ് പണ്ടേ രാജാക്കന്മാരിൽ ഉപയോഗിച്ചത് 1967 കപ്പിന് മുകളിൽ ആൾക്കാരൊക്കെ അത് ഓരോ ആൾക്ക് ഓരോ കപ്പുണ്ട്. ഓ അവരെ ക്ലാസ് പൊട്ടിയുണ്ടാവും. പൊട്ടിയ ക്ലാസ്സിലുള്ള ചായ കുടിക്കാൻ കൊടുക്കുന്നത് ഓരോ ടൈപ്പ്. ഏതാ പൂവ് പോലെയുണ്ട്, എന്തോ ഒരു തരം പൂവ് പോലെയുണ്ട്. നല്ല രസമുണ്ട്. ലൈറ്റ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഈ ലൈറ്റ് ഓരോരോ കളറ് വരുന്നത് എന്തൊരു ഭംഗിയാ അത് കാണാൻ. അതാണ് ഏട്ടൻ ഇത്ര നേരം ആലോചിച്ചത്. ഇതില് ഓരോ വാക്ക് യൂസ് ചെയ്ത പാത്രം ഇതിന്റെ മൂന്ന് പേരായിട്ടുണ്ട്. കമ്പിനി, നിവാനി കോരി, നിവാനി കോരി. ഓരോ പാത്രവും ചോറ് നമ്മുടെ ഈ ഗ്യാസ് എന്തല്ലോ തള്ളി മറിക്കുന്ന കളിയുണ്ട്. ഇത് ശരിക്കുള്ളതാണ്. ഒരു പാലസെറ്റ് നിങ്ങൾ വിചാരിക്കും ഡ്രസ്സ് ഞാൻ ചവിട്ടില്ല, ഉണ്ണിയാ ചവിട്ടിയ. ആരാ ചവിട്ടി ഉണ്ണി? ആരാ നമുക്കറിയാം. പക്ഷെ ഇവിടെ കുറെ ഇതുണ്ട്. രണ്ട് മണ്ടൻ കുട്ടികൾ, രണ്ട് പൊട്ടന്മാർ. ഇതിന്റെ നടുക്കൂട്ട നടക്കുമ്പോഴൊരു വ്യൂ. രാജാക്കന്മാര് നമ്മൾ സിനിമയിൽ കാണുന്നേ മുന്നിൽ കുതിര വെച്ചിട്ട്. ഈ ഒരു മഹൽ ക്ലോസ് ചെയ്തിട്ടുള്ള. ഇത് ഏത് മഹലാ ചേച്ചി? ഇത് മേത്താ മഹൽ. ആ മഹൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മള് അടുത്തതിലേക്ക് പോക്കാണ്. പേരൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ആണ്. സൂപ്പർ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് ഇവിടെ ഇവിടെ അത് ആ റൂമിലുള്ളൊരു കറങ്ങുന്ന ഇപ്പം വെച്ച വേനായിരിക്കും. ഇത് സിനിമയിൽ കാണുന്ന ഇങ്ങനെ ആൾക്കാർ പണ്ടത്തെ ആൾക്കാരുടെ ഡ്രസ്സാണ്. നമ്മളിപ്പോഴത്തെ കല്യാണത്തിന് കല്യാണ ചെക്കന്മാരിലിടുന്ന പോലത്തെ ഒരു വൈബുള്ള ഡ്രസ്സ്. ഇങ്ങനെ വരുമ്പോൾ തന്നെ കാണുന്നത് വിൻറ്റേജ് കാർസാണ്. ഇവിടെ ഗ്ലാസിൻ്റെ ഉള്ളിലായതുകൊണ്ട് ശരിക്കും നമുക്ക് കാണാം. നല്ല രസമുണ്ട് കാണാൻ. ഗ്ലാസിൻ്റെ ഗ്ലാസ് എടുത്ത് കുറച്ച് കാണുന്നത് ഇത് നമ്മളെ പണ്ടത്തെ ബെൻസിൻ്റെ എല്ലാം ഒരു കെട്ടുണ്ട്. കൂട്ടിന് വരുമോ നീ? അതുവഴി ഉണ്ടാ വണ്ടി കാണാൻ. പിന്നെ ഹലോ ഫിലിമില് പിന്നെ ഇതിലുണ്ട്, ഹാരിപോട്ടറിലുണ്ട്. അതിലിങ്ങനെ കേട്ടി തോന്നെ. ആ മോനെ അവിടെ കുറേ. ഇത് ശരിക്കും മറ്റേ കുമാരിന് വണ്ടി ഇങ്ങനെ മുമ്പ് ഇങ്ങനെ പോകുമ്പോ കുതിരവണ്ടി തന്നെ. ഒരു ഈവനിങ് ടൈമെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിലോട്ട് ഇങ്ങനെ വർത്താനെല്ലാം പറഞ്ഞ്
ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. ഗ്യാങ് ആയിട്ട്. ഓ, ഇവിടെ കുറേ ഇങ്ങനത്തെ ബിൽഡിംഗ് ആണ്. നല്ല രസമുണ്ട് ഇതിൻ്റെ ആർക്കിടെക്ചറെല്ലാം കാണാൻ. നമ്മളപ്പോൾ ഇവിടുത്തെ പാലസ് എല്ലാം വിസിറ്റ് ചെയ്തിട്ട് ഇതാ നമ്മളെ ഫുൾ ടീം തിരിച്ച് നടക്കുന്നതാണ്. ചാർമിനാറിലേക്ക് നമ്മളിങ്ങനെ നടക്കലാണ്. സാധനങ്ങളെല്ലാം നടക്കണം. നമ്മൾ അങ്ങോട്ടുള്ള വ്യൂ കാണിച്ചാൽ ഇവിടുത്തെ തിരക്ക് ഭയങ്കരം. എനക്കൊന്നും പകൽ ടൈമാണ് കുറച്ച് കുറവ്. രാത്രി ഇന്നലെ വന്നേരം ഇതിലും നല്ല തിരക്കുണ്ട്. ഇതിന്റെ കേറുന്ന വഴി സ്റ്റെപ്പ് ഇങ്ങനെയാണ്. കേറിക്കഴിഞ്ഞാൽ ഇതാണ് വ്യൂ. നമ്മൾ താഴെ ക്യൂ നിന്ന സ്ഥലമാണിത്. നമ്മൾ ഇന്നലെ രാത്രി നടന്നു വരുന്ന ഈ വഴിയിലൂടെയാണ് ഭയങ്കര തിരക്ക്. ഇതിന്റെ ഇടക്കൂട്ടിയാണ് നമ്മൾ നടന്നു വന്നത്. രാത്രിയാകുമ്പോ ഇതുമല്ല, ഇതിലും നല്ല വണ്ടിയെല്ലാം മറ്റേ റേസിങ്ങിനുള്ള പോലെ വേണ്ട. ഭയങ്കര ഇതാണ് വ്യൂ. കണ്ടാ ഇങ്ങനെയാണ് താഴോട്ടേക്കുള്ള സ്റ്റെപ്പ്. വിസിലടിച്ച് ആൾക്കാരെ ഫുൾ ഒഴിവാക്കുന്നുണ്ട്. നമ്മളോട് ഷാൾ ഇല്ലാണ്ട് കേട്ടൂല നിർത്തി. നമ്മളിത് ഷോള് വാങ്ങാൻ വന്നിട്ടുള്ള നല്ല കോമഡി ആയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും കഞ്ചാവ് കൊള്ളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ അറിയില്ല. ഇത് വെറൈറ്റി ആണോ? ഹിന്ദി സിനിമയിലും പാട്ടിലെല്ലാം കണ്ടൊരു വീട്. സ്ഥലം കാണുമ്പോൾ ഇത് ഓർമ്മ വരുന്നേ. അതാ പാട്ടാന്ന് ഓർമ്മ വരും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നിരുന്നതാണ്. നിങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞ നടന്നോ നേരാ. നമ്മള് ഇവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ടെന്ന് പറഞ്ഞ് അവിടത്തേക്ക് പോകണം. അവിടെ തുടങ്ങുന്ന ടൈം ഓൾമോസ്റ്റ് ആയി. 8:30 8:20 ഞാൻ ഷോ തുടങ്ങി. നമ്മളിപ്പോ 8:25 തുടങ്ങി. അപ്പൊ നമ്മളെല്ലാവരും ഓടിക്കൂടി ഇതാണ് സെക്രട്ടറിയേറ്റ്. നല്ല അടിപൊളി ആണ്. നല്ല ലൈറ്റ് അങ്ങനെ ഡേ 2 ഇവിടെ കഴിഞ്ഞ് ഫുൾ സ്ഥലമെല്ലാം കണ്ട് ഭയങ്കര ക്ഷീണം പിടിച്ച്. അപ്പം നാളെ അടുത്ത നാളെ സൈനിങ് ഓഫ്.